അബോർഷനല്ലാതെ മറ്റൊരു മാർഗമില്ല, അല്ലാത്തപക്ഷം നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും. ഇതായിരുന്നു നാലാമത്തെ കുഞ്ഞിന് ജന്മം നൽകാൻ തയ്യാറെടുത്തിരുന്ന ജെസിക്ക ഹന്നയ്ക്ക് ഡോക്ടർ നൽകിയ മറുപടി. ഡോക്ടർ അങ്ങനെ പറയാൻ കാരണം അവളുടെ ശരീരത്തെ ക്യാൻസർ ബാധിച്ചിരുന്നു. അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ജെസിക്ക താൻ മരണപ്പെട്ടാലും ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കില്ല എന്ന തീരുമാനമെടുക്കുകയായിരുന്നു. വാഴ്ത്തപ്പെട്ട ഫാദർ സോളനസ് കേസിയുടെ മാധ്യസ്ഥം യാചിച്ച് തൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുതേ എന്ന് ജെസിക്ക കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഒടുവിൽ പ്രാർത്ഥിച്ച പോലെ തന്നെ സംഭവിച്ചു. അവൾ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, അന്ന് ഡോക്ടർ പറഞ്ഞ പോലെ അവൾക്കൊന്നും തന്നെ സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, തുടർന്ന് നടത്തിയ സ്കാനിങ്ങുകളിൽ ക്യാൻസറിൻ്റെതായ എല്ലാ ലക്ഷണങ്ങളും അപ്രത്യക്ഷമായെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ഈ സംഭവം നടന്ന് 2 വർഷങ്ങൾക്ക് ശേഷം ഹന്നയുടെ ശരീരത്തിൽ വീണ്ടും രോഗം സ്ഥിരീകരിക്കുകയും അതേ തുടർന്ന് ഇക്കഴിഞ്ഞ ഏപ്രിൽ 16 അവൾ നിത്യസമ്മാനത്തിനായി യാത്രയാവുകയും ചെയ്തു. കുഞ്ഞിന് ജന്മം നൽകിയാൽ മരണം സംഭവിക്കുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയപ്പോൾ ദൈവം അവൾക്ക് 2 വർഷം കൂടി ആയുസ് നീട്ടി നൽകുകയാണ് ചെയ്തത്. രോഗം ശരീരത്തെ പീഡിപ്പിക്കുന്ന സമയങ്ങളിലും സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവർക്ക് പ്രത്യാശ പകരുന്ന ഒരാളായി ജെസിക്ക മാറുകയും ചെയ്തിരുന്നു. തൻ്റെ ബ്ലെസ്ഡ് ബൈ ക്യാൻസർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് വഴി അനേകർക്ക് വെളിച്ചമായി മാറിയിട്ടുണ്ട് ജെസിക്ക ഹന്ന. മരണത്തിൻ്റെ മുമ്പിലും പതറാതെ ദൈവ പദ്ധതിക്ക് യെസ് പറഞ്ഞ ജെസിക്ക ഹന്നയെക്കുറിച്ചുള്ള ഓർമ്മകൾ അത്ര പെട്ടെന്നൊന്നും നമ്മെ വിട്ടുപിരിയുകയില്ല.